ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോൾഡറിങ് അയൺ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു സോൾഡറിങ് അയണ്. അപ്പം നല്ല വിലക്കുറവിലാണ് കേട്ടോ ഞാനിത് സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല എളുപ്പമായിരിക്കും. ഇതുണ്ടെങ്കിൽ നല്ല സുഖം കേട്ടോ. നമ്മൾ ഡ്രസ്സ് മേക്ക് ചെയ്യുമ്പോഴും നല്ല ഫ്ലവർ മേക്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സോൾഡറിങ് അയണാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ സോൾഡറിങ് അയൺ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് തന്നെയാണിത്. നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഇത് നമ്മൾ ഡ്രസ്സിൽ ഫ്ലവർ മേക്ക് ചെയ്ത് വെക്കാനും അതുപോലെ ഹെയർ ബാൻഡിലായാലും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലഗിൽ കുത്തിയിട്ട് നന്നായി ചൂടായതിന് ശേഷം നമുക്കിത് ഫ്ലവർ വരക്കാനും ബട്ടർഫ്ലൈ വരക്കാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ഇത്രയും നല്ല ലെങ്ത് ഉണ്ട്. അപ്പം നമുക്കിത് കുത്തിയതിന് ശേഷം നന്നായി ചൂടായിട്ട് നമുക്കിത് പിന്നെ ഓരോ ഡിസൈനൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. പിന്നെ ഈ ഭാഗത്ത് പിടിച്ചാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അത് ചൂടാവുന്നതിനനുസരിച്ച് ഒരു കളറ് വ്യത്യാസമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് നമ്മളെ കൈ തട്ടിക്കരുത്. കുട്ടികളും അടുത്തൊന്നും വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിത് ഞാനിന്ന് പിന്നെ ഒരു ക്ലോത്തിൽ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റിലും ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് നെറ്റിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ക്ലോത്തിലേക്ക് ഒരു ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് വരക്കാൻ എളുപ്പത്തിനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വൃത്തിയായി വരില്ല. അതുകൊണ്ടാണ് കേട്ടോ ബോർഡ് വെച്ചത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ നെറ്റ് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ സോൾഡറിങ് അയൺ നന്നായി ചൂടായിരിക്കണം കേട്ടോ. അപ്പോൾ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബട്ടർഫ്ലൈൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ മോൾഡൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഞാൻ അതായിരിക്കും കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് വരക്കാം കേട്ടോ. നന്നായി ചൂടായതിന് ശേഷം വരക്കണം. ഞാൻ ആദ്യം ഇത് ഒന്ന് വരച്ചതായിരുന്നു, പക്ഷേ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ മറന്നുപോയി. ഇതിൽ കിട്ടില്ല, സേവ് ആയില്ല. അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ വരക്കുമ്പോൾ തന്നെ നന്നായി ചൂടായാൽ അതിങ്ങനെ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് എടുക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് വരും. കത്രികയും കൊണ്ട് വെട്ടുന്നതിനേക്കാളും നല്ല എളുപ്പത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് സ്കാലപ്പൊക്കെ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ സോൾഡറിങ് അയണ്. ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്ലിറ്റർ ഷീറ്റിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റിലും നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലത്തെ ഫ്ലവറിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതുപോലെ തന്നെ ഇതേപോലത്തെ ഫ്ലവറും വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഫ്ലവറിൻ്റെ മോൾഡൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോൾഡറിങ് അയൺ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ചൂടായി ഇങ്ങനെ വരക്കുന്ന സമയത്ത് നമുക്കൊരു സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ആ മോൾഡ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്കിത് പറിച്ചെടുത്താൽ നല്ല വൃത്തിക്ക് നമ്മൾ ഫ്ലവറൊക്കെ ഹെയർ ബാൻഡിലൊക്കെ വെക്കാൻ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കാം. നല്ല എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവറിലൊന്ന് വരച്ചെടുക്കാം. അതിനും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. എല്ലാ തരം ക്ലോത്തിലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ ഫ്ലവറൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ തരം ക്ലോത്തിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാനാണെങ്കിലും ഗ്ലിറ്റർ ഷീറ്റിലും
ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന അടിപൊളി സോൾഡറിങ് അയണാണ് കേട്ടോ. അപ്പോൾ അതായത് വരച്ചെടുത്ത് ഇത് നമുക്കൊന്ന് പിന്നെ ഇതാ നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലോത്തിലും അതുപോലെ തന്നെ ഷീറ്റിലും ഒക്കെ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സോൾഡറിങ് അയൺ ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. റേറ്റൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇപ്രാവശ്യം സോൾഡറിങ് അയൺ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സ്റ്റോക്ക് ഔട്ട് ആയാലും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഒരുപാട് ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എൻ്റെ ചാനലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. മേക്കിംഗ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സ്റ്റെൻസിലിൻ്റെ മോൾഡിൻ്റെ ഒക്കെ ആണ് കേട്ടോ. അപ്പം ആവശ്യമുള്ളവരൊക്കെ അത് കണ്ടു നോക്കണം. കണ്ടതിന് ശേഷം വാങ്ങിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പവും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും.